ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ പോളും അതോടൊപ്പം ശ്രീ ജോണിയും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഒരു കാര്യം വാസ്തവത്തിൽ വലിയ വിഷമത്തോടെയും അത്ഭുതത്തോടെയും കൂടിയാണ് ഞാൻ കേട്ടുന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പുസ്തകം പിണറായി വിജയനെതിരാണെന്ന് വ്യാഖ്യാനം വരുമോ എന്ന ഭയം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നില്ല. നോക്കൂ, പിണറായി വിജയനെതിരെ വ്യാഖ്യാനം വരുമെന്ന് ഭയമുള്ളത് കൊണ്ട്, അതായത് പിണറായി അങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ പോളിന്റെ ജീവന് വരെ അപകടം സംഭവിക്കാമെന്ന ഭീതി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാത്തത്. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ശ്രീ സെബാസ്റ്റ്യൻ പോളിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇത് വർഷങ്ങൾക്ക് മുമ്പ് MT എഴുതിയത് വീണ്ടും വായിച്ചതാണ്, അതുകൊണ്ട് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെതിരെ ഉള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു, പൊതുവേ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പൊതുവേ ഉള്ളത് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം ഈ MTയുടെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള, അദ്ദേഹം താരതമ്യം ചെയ്തിട്ടുള്ളത് EMSനെയാണ് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദിയെ കുറിച്ചാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു, യോഗി ആദിത്യനാഥിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. അതിനുള്ള ഒരു സ്കോപ്പും ബാക്കി വയ്ക്കാതെയാണ് MT ഇത് പറഞ്ഞു പോയത്. മാത്രമല്ല, ദേശാഭിമാനി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഒരാളും ഈ വിഷയത്തിൽ MTയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ പാലക്കാടും മലപ്പുറത്തൊക്കെ റിപ്പോർട്ടർ ചാനലിൽ നിരവധി യൂണിറ്റുകൾ ഉള്ളതാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ പോയിട്ട് MTയുടെ പ്രതികരണം എടുക്കായിരുന്നല്ലോ, ഒരാളും എടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? MT ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ടർ ചാനൽ അത്ര മോശം ചാനലൊന്നും അല്ലല്ലോ ദേശാഭിമാനിയിൽ മാത്രമായിട്ട് ഈ ക്ലാരിഫിക്കേഷൻ വരാൻ. ഒന്നത്. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് വളരെ വാസ്തവവിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ MT വിമർശിക്കേണ്ടിയിരുന്നത് വാസ്തവത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. MT എങ്ങനെ പറയാനാണ് സാർ? കേരളത്തിൽ ഏത് മാധ്യമ പ്രവർത്തകനെതിരെയാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസെടുക്കാത്തത്? നികേഷിനെതിരെ കേസില്ലേ? റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസില്ലേ? 24 ചാനൽ ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കെതിരെ കേസെടുത്തിട്ടില്ലേ? ഏഷ്യാനെറ്റിൽ കേസില്ലാത്ത ആളുകൾ ബാക്കിയുണ്ടോ? സാറ് മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും അതല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഒക്കെ ഉള്ള ആളല്ലേ. കേരളത്തിൽ കേസില്ലാത്ത എത്ര മാധ്യമ പ്രവർത്തകരുണ്ട് എന്നൊന്ന് പറയാമോ? പിണറായി വിജയൻ കേസെടുക്കാത്ത എത്ര മാധ്യമ പ്രവർത്തകരുണ്ട്? അപ്പൊ പിന്നെ MT എങ്ങനെയാണ് ആ വേദിയിൽ വെച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുക? അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ല, അയ്യോ അത് ഇവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല, അത് തമിഴ്നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങൾ വ്യാഖ്യാനിക്കില്ലേ? ഇത് കൃത്യമല്ല സാർ. എന്തിനാണ് ഈ വീണെടുത്ത് കിടന്നിങ്ങനെ ഉരുളുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഒരാള് എന്തിനാണ് ബൗദ്ധികമായി സത്യസന്ധതയില്ലാതെ സംസാരിക്കുന്നത്? ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞൂടെ? ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. MT ഈ നിമിഷം വരെ അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ അക്യൂറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് സാർ വെറുതെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഒന്ന്, ശ്രീ ജോണി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിശാലമായിട്ട് പറഞ്ഞു. ഇത് എല്ലാവരെയും കുറിച്ച് സാറ ടീച്ചർ പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കും ബാധകമാവുന്ന കാര്യങ്ങളാണ്, പിണറായി വിജയൻ മാത്രം ബാധകമല്ല. അതെങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ പിണറായിക്ക് കൂടി ബാധകമാണെന്ന് പറഞ്ഞ് പിണറായി പക്ഷക്കാരായിട്ടുള്ള നിങ്ങളൊക്കെ മറുപടി പറയണം. അത് പറയാതെ എല്ലാവർക്കും ബാധകമാണ്, ഞങ്ങളെ മാത്രമായിട്ട് അടിച്ചതല്ല, ഇതെല്ലാവരെയും കൂടി അടിച്ചതാണെന്നും അങ്ങനെയൊന്നും പറയണ്ട. ഞങ്ങൾക്ക് നേരെയുള്ളതാണെങ്കിൽ ഞങ്ങൾ ആർജവത്തോടുകൂടി മറുപടി കൊടുക്കും. അതെല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെ സത്യസന്ധതയില്ലായ്മ, ബൗദ്ധികമായ സത്യസന്ധതയില്ലായ്മ കാണിക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. നോക്കൂ, ഇവിടെ ഇപ്പോ സെബാസ്റ്റ്യൻ പോളും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസക്തമാണ്. എന്താണ്? MT പറഞ്ഞു, പറയേണ്ടിയിരുന്ന ആളുകൾ വേറെയാണ്, അവരൊക്കെ MTയുടെ തോളിൽ കയറിയിരുന്നപ്പോൾ വെടിവെക്കിയത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ വാസ്തവത്തിൽ ഇത് ആരാ പറയേണ്ടിരുന്നത്? ഇത് ബെന്യാമിനെ പോലെ, KR മീരയെ പോലെ, അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ പറയേണ്ടിരുന്നതാണ്. പക്ഷെ അവർക്കൊക്കെ ഇനിയും ഒരുപാട് സംസ്ഥാനത്തുനിന്നോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും സമ്മാനങ്ങൾ, അതല്ലെങ്കിൽ ആദരവുകൾ, അല്ലെങ്കിൽ പദവികളൊക്കെ കിട്ടാൻ ബാക്കിയുണ്ട്. MTക്ക് ഈ പദവികളൊന്നും ഇനി ആവശ്യമില്ല. അദ്ദേഹം ജ്ഞാനപീഠം വരെ നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വിമർശിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് കഴിയും. അല്ല, ഞാൻ പറയട്ടെ, ദേശീയ തലത്തില് ഈ പറയുന്ന എഴുത്തുകാരെയും മാധ്യമങ്ങളെയും ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ഒരു താരതമ്യം നമുക്ക് കേരളത്തിൽ പറയാനില്ലാത്ത സാഹചര്യം കൂടി ഒന്ന് വിലയിരുത്തണം ശ്രീ സന്ദീപ് വാര്യർ താങ്കൾ. ഞാൻ അതിലേക്ക് വരാം നികേഷേ, ഞാൻ അതിലേക്കൊക്കെ വരാം. ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് 100,000 ചർച്ചകളിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടും തർക്കിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ വിഷയം എന്താ? ചർച്ചയുടെ അടിസ്ഥാനം MT പിണറായി വിജയനെ വേദിയിലിരുത്തി നടത്തിയ വിമർശനമാകുമ്പോൾ കുറച്ച് കേൾക്കുന്നേ, അത് ഞങ്ങളതാക്കുന്നതിനാ കൊണ്ടുവന്നിരുന്നത്. അതെങ്കിൽ ശരി, ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള വിമർശനമാണ്, ഞങ്ങൾ അതിന് മറുപടി തരാമെന്ന് പറഞ്ഞ് നല്ല അന്തസ്സോടുകൂടി മറുപടി പറയാൻ നിൽക്കുന്നതിന് പകരം ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, അച്ഛൻ തെങ്ങുമെന്ന് വീണുന്നേ ഉള്ളൂ, തല കാണാനില്ല എന്ന് അത് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന പോലെയല്ലേ? തെങ്ങുമെന്ന് വീണ്ടും ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനില്ല എന്ന് ആ ഒരു ആർഗ്യുമെന്റാണല്ലോ അവർ ഉന്നയിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യമുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള മറ്റ് സാഹിത്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ
പ്രതികരിക്കാൻ ഭയക്കുന്നത്, പ്രതികരിക്കാത്തത് തങ്ങൾക്ക് ഇനിയും കിട്ടേണ്ട പദവികളെ കുറിച്ചും തങ്ങൾക്ക് ഇനിയും കിട്ടേണ്ട ആദരവുകളെ കുറിച്ചും അവാർഡുകളെ കുറിച്ചും ഭയമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ MTയുടെ തോളിൽ കയറി വെടിവെക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് MT ആയിരുന്നില്ല അത് പറയേണ്ടിരുന്നത്. ഒരു കാര്യം പറയട്ടെ, ഈ എഴുത്തുകാരൊക്കെ ഒറ്റ സെക്കൻഡ്, ഈ KR മീരയും ബെന്യാമിനും അതല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രനും അടക്കമുള്ള എഴുത്തുകാർ ആ അശോകൻ ചെരുവലിനെ അല്ല മാതൃകയാക്കേണ്ടത്, MTയെ പോലെയുള്ളവരെയാണ് മാതൃകയാക്കേണ്ടത്. അതിൽ ഞാൻ സെബാസ്റ്റ്യൻ പോളിനോട് യോജിക്കുകയാണ്. Debate with MV Nikesh Kumar.